നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 198ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ 10 വർഷം കൊണ്ട് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ ഭാഗവതം ഞാൻ എല്ലാ ദിവസവും വായിക്കുന്ന ആളാണ്. പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് ഞാൻ സാധാരണ വായിക്കുന്നത്. അപ്പോൾ അത് ഇതൊക്കെയാണ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധം 3-ാം അധ്യായം, പിന്നെ പ്രഥമ സ്കന്ധത്തിന് 8-ാം അധ്യായം, 8-ാമത്തെ അധ്യായം, പിന്നെ ദ്വിതീയ സ്കന്ധത്തിലെ ശ്ലോകി ഭാഗവതം, പിന്നെ തന്നെ ചതുർത്ഥ സ്കന്ധത്തിലെ രുദ്രഗീതം. ഇതൊക്കെയാണ് ഞാൻ ദിവസവും വായിക്കുന്നത്. പല പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ ഇതും രാമായണമൊക്കെ വായിക്കുന്നുണ്ട്, ശിവപുരാണമുണ്ട്, കൂട്ടത്തിൽ ഇതും വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാലമായിട്ട് എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു വാക്ക് മാത്രം ഇങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നും. എളുപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഹരിമാരത വ്യത്യസ്തം എന്നുള്ളൊരു വാക്ക് എനിക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് ആദ്യം അത് പിടികിട്ടിയില്ല കാരണം ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ എല്ലാ വാക്കും നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനിന്ന് ഇന്നിപ്പം മകന് ഇതിനെപ്പറ്റിയൊക്കെ നല്ലോണം അറിയാവുന്ന ആളാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒക്കെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കണ്ടുപിടിക്കാൻ മിടുക്കനാണ്. മകൻ്റെ പേര് വിനായകെന്നാണ്. അപ്പം മകൻ അയച്ചു കൊടുത്തു ഈ 2 വരി രുദ്രഗീതത്തിലുണ്ടായത് 2 വരിയുടെ അർത്ഥം എന്താണെന്നുള്ളത് ഇംഗ്ലീഷിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു പോകുന്നല്ലാതെ അതിൻ്റെ അർത്ഥം എനിക്ക് സാൻസ്ക്രിറ്റ് അല്ലേ, അത്രയും നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ മലയാളം മീഡിയമൊക്കെ ആയിരുന്നല്ലോ പണ്ട്. അപ്പോൾ അങ്ങനെ മോനിപ്പോൾ അയച്ചു തന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അതായത് അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പം അത് 2 വരികളാണ് ഉള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരത ഇത്യസൗ. ഈ ഹരിമാരത ഇത്യസവുമാണ് എൻ്റെ മനസ്സിലിങ്ങനെ നമ്മുടെ ഉറക്കത്തിൽ നല്ല ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ അത് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക ഈ വാക്ക് മാത്രം. അപ്പോൾ അത് ഈ ഒരു വാക്ക് മാത്രമായിട്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഇത് ഏതിലാന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യാതായിപ്പോയി. അങ്ങനെ ഞാൻ ഇന്ന് എല്ലാം ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇത് രുദ്രഗീതത്തിലുള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ മകൻ അയച്ചു കൊടുത്തതാണ് അതിൻ്റെ മീനിങ് ഒക്കെ അയച്ചത്. അതിന് മീനിങ് ഇതാണ്: നീ ശ്രദ്ധയോടെ എൻ്റെ നാമം ചൊല്ലിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും വേണ്ട. നീ ശ്രദ്ധയോടെ എൻ്റെ നാമം ചൊല്ലിയാൽ മതി. നിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഞാൻ നിൻ്റെ ഭക്തിയിൽ, അതായത് നിൻ്റെ ശ്രദ്ധയോടുള്ള ഈ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു തരുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ 2 വരി ഇതാണ്: ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരത ഇത്യസൗ. ഇതാണ് 2 വരി. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ് കാര്യം. ഇതാണ് എല്ലാവർക്കും ചൊല്ലാവുന്നൊരു മന്ത്രമായത്. അപ്പം നീ ഭക്തിയോടെ എൻ്റെ നാമം, അത് ഏത് ദൈവത്തിൻ്റെ പേരാലും പ്രശ്നമല്ല, ഒരു ഈ 2 വരി മാത്രം ചൊല്ലിയാലും മതി. നിൻ്റെ കാര്യങ്ങൾ, നിൻ്റെ ജീവിതത്തിലെ എല്ലാ ചലഞ്ച്, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും ഞാൻ നിനക്ക് മറികടത്തി തരാം. അതായത് നിന്നെ എല്ലാ പ്രതിസന്ധികളെയും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു മന്ത്രം നിങ്ങൾ താല്പര്യമുള്ളവർക്കും ഇത് പ്രയോജനപ്പെടും. കാരണം ഈ 2 വരി മാത്രം ചൊല്ലിയാലും മതി. അത് പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത്. അതായത് ഈ ഭാഗവതത്തിലെ ആദ്യത്തെ ഭാഗത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ രുദ്രഗീതം എന്നും പറഞ്ഞൊരു പ്രത്യേക ഒരു ഇതുണ്ട്. രുദ്രഗീതം എന്നും പറഞ്ഞൊരു ആ ഭാഗത്തിൽ ആ രുദ്രഗീതത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 വരി വരുന്നത്. ആ വരി ഒന്നും കൂടെ ഞാൻ പറയാം: ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അധിയാനോ ദുരാരാധ്യം ഹരിമാരത ഇത്യസൗ. ഇതാണ് ഈ 2 വരി. അവസാന ഹരിമാരത ഇത്യസൗ എന്ന്, അതായത് നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹരി, അതായത് മഹാവിഷ്ണു, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. ഈ 2 വരി ചൊല്ലിയാലും മാത്രം മതി.
എന്ന് ശ്രദ്ധയോടെ ചൊല്ലണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.